നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വീടിന്റെ ആധാരം തരില്ല. അത് പറയേണ്ടത് നീയല്ലല്ലോ, ബാപ്പ പറയട്ടെ. ഇക്ക ഞാൻ പറയുന്നു കേൾക്ക. പ്രായമായ ബാപ്പയെയും ഉമ്മയെയും കൊണ്ട് എന്നെ തെരുവിലിറക്കരുത് പ്ലീസ്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ബാപ്പയെ വേദനിപ്പിക്കരുത്. എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. പണയം വെക്കാൻ ആധാരം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട എൻ്റെ വിഹിതം ഇങ്ങ് തന്നേക്ക്. ഞാൻ വിറ്റോളാം. ആകെ 24 സെന്റ് ഭൂമിയുണ്ട്. ബാപ്പ കണ്ണടച്ചിട്ട് പോരെ ഓഹരി വെക്കലൊക്കെ. അതിനുശേഷം എൻ്റെ ഓഹരി കൂടി ഞാൻ ഇക്കാക്കങ്ങ് തന്നേക്കാം. ഇതിനു വേണ്ടി എൻ്റെ മക്കൾ പരസ്പരം തമ്മിലടിക്കണ്ട. എന്നാ ഇത് അവനെടുത്തോട്ടെ, എന്താച്ചാ ചെയ്യട്ടെ. ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും എടുത്താലും തീരാത്തത്ര മുതല് പടച്ച റബ്ബിൻ്റെ ഖജനാവിലുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് പടച്ചോൻ ചിലപ്പോൾ ചിലർക്ക് കൊടുക്കും. അതൊരു പരീക്ഷണവും ആവാം, ചിലപ്പോൾ ഒരു അനുഗ്രഹവും ആവാം. നമുക്ക് പടച്ചോനോട് ചോദിക്കാം. ഇവിടുന്ന് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി നാളെ പരലോകത്തുനിന്ന് തന്നോളും. മോനെ ജലാലെ, പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും മേൽക്കുമേൽ വന്നിട്ടും പലിശ ഇടപാടിന്ന് വിട്ടു നിന്നോല ഞാനും എൻ്റെ കുട്ടികളും. അതുകൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഈ വീട്ടിൽ എന്നും ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ ഹലാലായ 3 കണ്ടം തുണി ഇവൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്നോളൂ. മൂത്ത ജ്യേഷ്ഠൻ്റെ അധികാരം പറഞ്ഞ് എൻ്റെ ഹറാമിൻ്റെ ഒരു ഉറുപ്പ്യ പോലും എനിക്ക് മാറ്റി ചെലവാക്കരുത്. പാപ്പാൻ്റെ വസിയത്ത് അതെങ്കിലും ഇത് അനുസരിക്കണം. വാ വാ വാ. കൊള്ളാം. ബാപ്പയുടെയും മക്കളുടെയും നാടൻ കളി അസ്സലായി. 3-4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ എണ്ണി വാങ്ങുമ്പോൾ എവിടെയായിരുന്നു ഈ ആധാരം? അന്ന് കൈയും കാലും പിടിച്ച് കരഞ്ഞ് യാചിച്ചിട്ടാ യാതൊരു രേഖയുമില്ലാതെ ഇത്രയും കാശ് ഹബീബ് എണ്ണിത്തന്നത്. മനസ്സിലായോ? പിന്നെ കൊടുത്ത കാശും അതിലപ്പുറവും തിരിച്ചു പിടിക്കാൻ ഹബീബിന് യാതൊരു രേഖയുടെയും ആവശ്യമില്ല. മുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കപ്പലാണല്ലോ ഇപ്പോൾ നീ. അതിൽ നിന്ന് കഴിയുന്നത്ര നട്ടും വോൾട്ടും ഊരിയെടുത്താൽ അത്രയും കിട്ടി. അതുകൊണ്ട് തൽക്കാലം ഇത് ഞാൻ കൊണ്ടുപോകുന്നു. എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട്, നോക്കിക്കോ. എന്തിനാ മോനെ ഇത്ര വലിയ കാശ് കടം വാങ്ങിയത്? ഞാനോ? അപ്പൊ ബാപ്പയല്ലേ വാങ്ങിയത്? ഞാൻ അങ്ങനെ വാങ്ങൂ? നീ എന്താ ഈ പറയണേ? എന്നാൽ ഇതിലെന്തോ ചതിയുണ്ട് ബാപ്പ, ഒരു വലിയ ചതി.